അഡ്വാൻസ്ഡ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൻ്റെ ഫസ്റ്റ് മൊഡ്യൂളിൽ നമ്മൾ പഠിക്കുന്നത് മൈക്രോവേവ് റേഡിയോ കമ്മ്യൂണിക്കേഷൻസിൻ്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഓക്കെ, സോ ഫസ്റ്റ് നമുക്കതിൻ്റെ ഇൻട്രൊഡക്ഷൻ പാർട്ടിലേക്ക് പോവാം. മൈക്രോവേവ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? We know microwaves are electromagnetic waves with frequencies that ranges from approximately 500 MHz to 300 GHz or more. അത്രയും ഒരു ലാർജ് ഫ്രീക്വൻസി ആണ് മൈക്രോവേവ്സിന് വരുന്നത്. ഇത്രയും ഒരു ഹൈ ഫ്രീക്വൻസി ആയതുകൊണ്ട് തന്നെ അതിൻ്റെ വേവ് ലെങ്ത് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. നമുക്കറിയാം വേവ് ലെങ്ത് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഫ്രീക്വൻസിയാണ് വരുന്നത്. ഓക്കെ, സോ ദീസ് വേവ്സ് ഹാവ് ഷോർട്ടർ വേവ് ലെങ്ത് ആൻഡ് ഹെൻസ് ദീസ് വേവ്സ് ആർ കോൾഡ് മൈക്രോവേവ്സ്. ഈ വേവ് ലെങ്ത് ഇത്രയും കുറവായതുകൊണ്ടാണ് നമ്മൾ ഇതിനെ മൈക്രോവേവ്സ് എന്ന് പറയുന്നത്. ഓക്കെ, വെൻ വി കൺസിഡർ ദി വേവ് ലെങ്ത് ഓഫ് മൈക്രോവേവ്സ് ദാറ്റ് ഫോൾസ് ബിറ്റ്വീൻ 1 centimeter and 60 centimeter, which is slightly longer than the infrared energy. Then നമ്മൾ ഒരു മൈക്രോവേവ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം കൺസിഡർ ചെയ്യുക. ആൻഡ് വി ആർ കൺസിഡറിങ് എ ഫുൾ ഡ്യൂപ്ലക്സ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. എന്താണ് ഒരു ഫുൾ ഡ്യൂപ്ലക്സ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഫുൾ ഡ്യൂപ്ലക്സ് സിസ്റ്റത്തിൽ 2-way കമ്മ്യൂണിക്കേഷൻ സൈമൾട്ടേനിയസ് ആയിട്ട് ഒക്കർ ചെയ്യും. അതായത് ഒരു ഫ്രീക്വൻസി ഡ്യൂപ്ലക്സിങ് ടെക്നിക്കാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ, ഇപ്പോൾ ട്രാൻസ്മിറ്ററിൽ നിന്ന് റിസീവറിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസി ബാൻഡ് അതിന് അലോട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. അതേപോലെ തന്നെ റിസീവറിൽ നിന്ന് ട്രാൻസ്മിറ്ററിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് വേറെ ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസി ബാൻഡ് അതിന് അലോട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. സോ ഒരു ഫുൾ ഡ്യൂപ്ലക്സ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിലെ ഒരു ചാനലിന് 2 ഫ്രീക്വൻസീസ് ഉണ്ടായിരിക്കും. ഓക്കെ, ആ 2-way കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് 2 ഫ്രീക്വൻസീസ് ആക്ച്വലി ഒരു ചാനലിൽ ഉണ്ടായിരിക്കും. ദെൻ ഈ കേസിൽ നോർമലി നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ടോട്ടൽ ബാൻഡ് വിഡ്ത്തിനെ നമ്മൾ 2 പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. സോ വി വിൽ ഡിവൈഡ് ദി ഫ്രീക്വൻസി ബാൻഡ് ഇൻ ഹാഫ് വിത്ത് ദി ലോവർ ഹാഫ് ഐഡൻറ്റിഫൈഡ് as the low band and the upper half identified as the high band. And then at any given radio station, transmitters are normally operating on either the low or the high band, while receivers are operating on the other band. Then our first Transcontinental microwave radio system began its operation on August 17, 1951. നമ്മൾ ഈ ഒരു ഫസ്റ്റ് മൈക്രോവേവ് റേഡിയോ സിസ്റ്റം കൺസിഡർ ചെയ്യുമ്പോൾ അതിൽ 107 റിലേ സ്റ്റേഷൻസ് ഉണ്ടായിരുന്നു. ആൻഡ് ദീസ് റിലേ സ്റ്റേഷൻസ് ആർ സ്പേസ്ഡ് ആൻ ആവറേജ് ഓഫ് 30 miles apart to form a continuous radio link between ന്യൂയോർക്ക് ആൻഡ് സാൻ ഫ്രാൻസിസ്കോ. ഓക്കെ, അതായത് നമ്മുടെ ട്രാൻസ്മിറ്ററിനും റിസീവറിനും ഇടയ്ക്ക് 107 റിലേ സ്റ്റേഷൻസ് ഉണ്ടായിരുന്നു. ഈ റിലേ സ്റ്റേഷൻസ് വഴി ട്രാവൽ ചെയ്തിട്ടാണ് നമ്മുടെ മൈക്രോവേവ് സിഗ്നല് നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തുന്നത്. ആൻഡ് ഈ റിലേ സ്റ്റേഷൻസ് തമ്മിലുള്ള സെപ്പറേഷൻ എന്ന് പറയുന്നത് 30 miles ആയിരുന്നു. ഈ റിലേ സ്റ്റേഷൻസ് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഒരു മൈക്രോവേവ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം കൺസിഡർ ചെയ്യുമ്പോൾ ട്രാൻസ്മിറ്ററിനും റിസീവറിനും ഇടയ്ക്ക് ചിലപ്പോൾ ഒരു ലാർജ് ഡിസ്റ്റൻസ് ഉണ്ടായിരിക്കും. സോ നമുക്ക് നമ്മുടെ മൈക്രോവേവ് സിഗ്നൽസിനെ ഡയറക്റ്റ് ആയിട്ട് ട്രാൻസ്മിറ്ററിൽ നിന്ന് റിസീവറിലേക്ക് സെൻഡ് ചെയ്യാനായിട്ട് പറ്റില്ല. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ലോങ് ഡിസ്റ്റൻസ് ട്രാൻസ്മിഷൻ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സിഗ്നലിൽ നോയ്സുകൾ ആഡ് ചെയ്യാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സിഗ്നൽ വീക്കായി പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. സോ ഡയറക്റ്റ്ലി നമ്മൾ ട്രാൻസ്മിറ്ററിൽ നിന്ന് റിസീവറിലേക്ക് നമ്മുടെ ഇൻഫർമേഷൻ സെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ റിസീവർ സൈഡിലേക്ക് ആ ഇൻഫർമേഷൻ എത്തുമ്പോൾ ചിലപ്പോൾ അത് യൂസ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ആയി പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ വേറൊരു പ്രോബ്ലം എന്ന് പറയുന്നത്, ഈ ട്രാൻസ്മിറ്ററിനും റിസീവറിനും ഇടയ്ക്ക് ഒരു ലൈൻ ഓഫ് സൈറ്റ് പാത്ത് ഇല്ലയെന്ന് വിചാരിക്കുക. അതായത് ഈ ട്രാൻസ്മിറ്ററിൻ്റെയും റിസീവറിൻ്റെയും ഇടയ്ക്ക് ചിലപ്പോൾ ഒരു നല്ല ഹൈറ്റിലുള്ള ഒരു മൗണ്ടൻ ഉണ്ടെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു ലാർജ് ഹൈറ്റിലുള്ള ഒരു ബിൽഡിംഗ് ഉണ്ടെന്ന് വിചാരിക്കുക. സോ നമ്മൾ ട്രാൻസ്മിറ്ററിൽ നിന്ന് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഈ മൈക്രോവേവ് സിഗ്നൽസ് ഈ മൗണ്ടൻസിലോ ബിൽഡിങ്സിലോ അല്ലെങ്കിൽ ഇതേപോലെയുള്ള ഒബ്സ്റ്റക്കിൾസിലൊക്കെ ഹിറ്റ് ചെയ്തിട്ട് അങ്ങനെ അത് റിസീവർ സൈഡിലേക്ക് എത്താതിരിക്കാനായിട്ടുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. സോ ഇങ്ങനെ വരുന്ന ആ പ്രോബ്ലംസിനെയൊക്കെ ഓവർകം ചെയ്യാനായിട്ടാണ് നമ്മൾ റിപ്പീറ്റർ സ്റ്റേഷൻസ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്കൊരു മൗണ്ടനെ
കവർ ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ആ മൗണ്ടൻ്റെ മുകളിൽ നമുക്കൊരു റിപ്പീറ്റർ സ്റ്റേഷൻ വേണമെങ്കിൽ പ്ലേസ് ചെയ്യാം. സോ ആ മൗണ്ടൻ്റെ മുകളിലുള്ള റിപ്പീറ്റർ സ്റ്റേഷനിലേക്ക് ഫസ്റ്റ് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. സോ നമ്മുടെ ട്രാൻസ്മിറ്ററിനും ഈ റിപ്പീറ്റർ സ്റ്റേഷനും ഇടയ്ക്ക് ഒരു ലൈൻ ഓഫ് സൈറ്റ് ഭാഗത്ത് നമുക്ക് എന്തായാലും കിട്ടും. ദെൻ ആ മൗണ്ടൻ്റെ മുകളിലിരിക്കുന്ന റിപ്പീറ്റർ സ്റ്റേഷനിൽ നിന്ന് റിസീവർ സെക്ഷനിലേക്ക് നമ്മൾ അത് റീട്രാൻസ്മിറ്റ് ചെയ്യുന്നു. സോ അവിടെയും നമുക്കൊരു ലൈൻ ഓഫ് സൈറ്റ് ഭാഗത്ത് കിട്ടും. പക്ഷേ നമ്മൾ ഡയറക്റ്റ് ട്രാൻസ്മിറ്ററിൽ നിന്ന് റിസീവറിലേക്ക് സെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നടുക്ക് ആ ഒരു ലാർജ് ഹൈറ്റിലുള്ള മൗണ്ടൻ നിൽക്കുന്നത് കൊണ്ട് ഈ ട്രാൻസ്മിറ്ററിനും റിസീവറിനും ഇടയ്ക്ക് നമുക്ക് ഡയറക്റ്റ് ലൈൻ ഓഫ് സൈറ്റ് ഭാഗത്ത് ചിലപ്പോൾ ഉണ്ടാകില്ല. ഓക്കെ, പക്ഷേ ഞാൻ ഈ പറഞ്ഞതുപോലെ നമ്മളൊരു റിപ്പീറ്റർ സ്റ്റേഷൻ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ട്രാൻസ്മിറ്ററിനും റിപ്പീറ്റർ സ്റ്റേഷനും ഇടയ്ക്ക് ഒരു ലൈൻ ഓഫ് സൈറ്റ് പാത്ത് ഉണ്ട്. അതേപോലെ തന്നെ റിപ്പീറ്ററിനും ആ റിസീവറിനും ഇടയ്ക്ക് ഒരു ലൈൻ ഓഫ് സൈറ്റ് പാത്ത് ഉണ്ടായിരിക്കാം. സോ അങ്ങനെ നമുക്ക് ആ ഒബ്സ്റ്റക്കിളിനെ ഓവർകം ചെയ്ത് നമ്മുടെ ഇൻഫർമേഷനെ ട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ തന്നെ ഞാൻ ആദ്യം പറഞ്ഞ ആ പ്രോബ്ലം, അതായത് ഇപ്പോൾ നോയ്സ് ആഡ് ചെയ്യുകയാണ് അല്ലെങ്കിൽ കുറച്ച് ട്രാവൽ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ സിഗ്നൽ വീക്കായി പോവുകയാണെന്ന് വിചാരിക്കുക. സോ നമ്മൾ ഒരു സർട്ടൺ സെപ്പറേഷൻസിൽ നമ്മുടെ റിപ്പീറ്റർ സ്റ്റേഷൻ അല്ലെങ്കിൽ നമ്മുടെ റിലേ സ്റ്റേഷൻസ് പ്ലേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ റിലേ സ്റ്റേഷൻസ് ആ വീക്കായ സിഗ്നലിനെ ആക്സെപ്റ്റ് ചെയ്ത് അതിനെ ഒന്നും കൂടി ഒന്ന് ആംപ്ലിഫൈ ചെയ്ത് അടുത്ത റിലേ സ്റ്റേഷനിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് അത് സെൻഡ് ചെയ്ത് കൊടുത്തോളും. സോ അങ്ങനെ നമുക്ക് ഈ നോയ്സിനെ അല്ലെങ്കിൽ ആ സിഗ്നൽ വീക്കായി പോകുന്ന ആ ഒരു പ്രോബ്ലത്തിനെയും നമുക്ക് ഓവർകം ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സോ അങ്ങനെ നമ്മുടെ ഈ ഫസ്റ്റ് ട്രാൻസ്കോണ്ടിനെൻ്റൽ മൈക്രോവേവ് റേഡിയോ സിസ്റ്റം നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിൽ 107 റിലേ സ്റ്റേഷൻസ് ഉണ്ടായിരുന്നു. ഓക്കെ, ദെൻ 1958 ഒക്കെ ആയപ്പോൾ ലോങ് ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ കൂടുതലും യൂസ് ചെയ്യുന്നത് ഈ മൈക്രോവേവ് കാരിയേഴ്സ് തന്നെയായി. ഓക്കെ, അതായത് വയേർഡ് ചാനൽ യൂസ് ചെയ്യുന്നതിന് പകരം ഈ മൈക്രോവേവ് സിഗ്നൽ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ലോങ് ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷൻസ് കൂടുതലും ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഒരു മിഡ് 1980s ഒക്കെ ആയപ്പോഴേക്കും digital communication systems developed ആയി. And by using that we can send voice, video and data information in digital form. ദെൻ നമ്മൾ ഒരു മൈക്രോവേവ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം കൺസിഡർ ചെയ്യുമ്പോൾ അത് ഷോർട്ട് ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അതേപോലെ തന്നെ ലോങ് ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് നമുക്കത് യൂസ് ചെയ്യാം. നോർമലി ദി റേഞ്ച് വേരീസ് ഫ്രം 15 miles to 4000 miles in length. സോ അത്രയും ഒരു ലോങ് ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു മൈക്രോവേവ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം യൂസ് ചെയ്യാം. മെയിൻലി നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിനെ, നമ്മുടെ മൈക്രോവേവ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിനെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് വൺ ഈസ് ഇൻട്രാസ്റ്റേറ്റ് ഓർ ഫീഡർ സർവീസ് മൈക്രോവേവ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. And this intrastate or feeder service microwave communication systems are generally known as short haul because they are used to carry information for relatively short distances such as between cities within the same state. And the second type is long haul microwave system, and they are used to carry information for relatively long distances such as interstate and backbone route applications. ദെൻ ഒരു മൈക്രോവേവ് റേഡിയോ സിസ്റ്റത്തിൻ്റെ കപ്പാസിറ്റി നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇറ്റ് റേഞ്ചസ് ഫ്രം ലെസ് ദാൻ 12 വോയിസ് ബാൻഡ് ചാനൽസ് ടു മോർ ദാൻ 20,000 ചാനൽസ്. ദെൻ നമ്മൾ ഏർലിയർ മൈക്രോവേവ് സിസ്റ്റംസ് കൺസിഡർ ചെയ്യുമ്പോൾ അതിൽ ഫ്രീക്വൻസി ഡിവിഷൻ മൾട്ടിപ്ലക്സിംഗ് അതുപോലെ തന്നെ നോൺ കൊഹറൻറ്റ് ഫ്രീക്വൻസി മോഡുലേഷൻ ടെക്നിക്സ് ഒക്കെയാണ് യൂസ് ചെയ്തിരുന്നത്. സോ ഏർലിയർ മൈക്രോവേവ് സിസ്റ്റം എന്ന് പറയുന്നത് ഒരു അനലോഗ് ടൈപ്പ് സിസ്റ്റം ആയിരുന്നു. ഓക്കെ, സോ ഏർലി മൈക്രോവേവ് സിസ്റ്റംസ് ക്യാരിഡ് ഫ്രീക്വൻസി ഡിവിഷൻ മൾട്ടിപ്ലക്സ്ഡ് വോയിസ് ബാൻഡ് സർക്യൂട്ട്സ് ആൻഡ് യൂസ്ഡ് കൺവെൻഷണൽ നോൺ കൊഹറൻറ്റ് ഫ്രീക്വൻസി മോഡുലേഷൻ ടെക്നിക്സ്. ദെൻ അത് കഴിഞ്ഞിട്ടാണ് ഡിജിറ്റൽ ടൈപ്പ് മൈക്രോവേവ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസ് ഡെവലപ്ഡ് ആയത്. ആൻഡ് ദാറ്റ് ഡിജിറ്റൽ ടൈപ്പ് മൈക്രോവേവ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസ് ക്യാരി പൾസ് കോഡ് മോഡുലേറ്റഡ് ടൈം ഡിവിഷൻ മൾട്ടിപ്ലക്സ്ഡ് വോയിസ് ബാൻഡ് സർക്യൂട്ട്സ് ആൻഡ് യൂസ് മോർ മോഡേൺ ഡിജിറ്റൽ മോഡുലേഷൻ ടെക്നിക്സ് സച്ച് ആസ് ഫേസ് ഷിഫ്റ്റ് കീയിങ് ഓർ ക്വാഡ്രേച്ചർ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ. ദെൻ നെക്സ്റ്റ് നമുക്ക് ഒരു ടിപ്പിക്കൽ മൈക്രോവേവ് ലിങ്കിൻ്റെ ലേ ഔട്ട് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നോക്കാം. When we consider this microwave communication system, here the information originates and terminates at the terminal stations. And here the repeaters simply relay the information to the next downlink microwave station. ഓക്കെ, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ട്രാൻസ്മിറ്റർ ആൻഡ് റിസീവർ സെക്ഷൻ ഉണ്ടായിരിക്കും. ഇവിടെ നമ്മൾ 2-വേ കമ്മ്യൂണിക്കേഷനാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് ആ എൻഡ് സ്റ്റേഷൻസിനെ നമ്മൾ ടെർമിനൽ സ്റ്റേഷൻസ് ആയിട്ട് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. അതായത് രണ്ട് ഡയറക്ഷനിലേക്കും ആ ഒരു ട്രാൻസ്മിഷൻ നടക്കുന്നുണ്ട്. ദെൻ നമ്മൾ ലോങ് ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷൻ കൺസിഡർ ചെയ്യുമ്പോൾ എർത്തിൻ്റെ ആ ഒരു കർവേച്ചർ അവിടെ ചിലപ്പോൾ ഒരു പ്രോബ്ലമായിട്ട്
ഒക്കർ ചെയ്യാം. അതേപോലെ തന്നെ നമ്മുടെ ഒബ്സ്റ്റക്കിൾസ്, മൗണ്ടൻസ്, ബിൽഡിങ്സ്, അങ്ങനെയുള്ള ഒബ്സ്റ്റക്കിൾസ് ഈ ടെർമിനൽ സ്റ്റേഷൻ്റെ ഇടയ്ക്ക് വരാം. ഓക്കെ, സോ അങ്ങനെ ഈ എർത്തിൻ്റെ ഈ കർവേച്ചർ കാരണം ചിലപ്പോൾ നമുക്ക് ഈ ടെർമിനൽ സ്റ്റേഷൻ്റെ ഇടയ്ക്ക് ഒരു ഡയറക്റ്റ് ലൈൻ ഓഫ് സൈറ്റ് പാത്ത് കിട്ടില്ല. അതേപോലെ തന്നെ ഈ മൗണ്ടൻസ് അല്ലെങ്കിൽ ബിൽഡിങ്സ് അങ്ങനെയുള്ള ഒബ്സ്റ്റക്കിൾസ് കാരണം നമുക്ക് ഡയറക്റ്റ് ഒരു ലൈൻ ഓഫ് സൈറ്റ് പാത്ത് ഈ ടെർമിനൽ സ്റ്റേഷൻ്റെ ഇടയ്ക്ക് കിട്ടില്ല. ഓക്കെ, സോ നമ്മൾ എന്ത് യൂസ് ചെയ്യേണ്ടി വരും? റിപ്പീറ്റേഴ്സ് അല്ലെങ്കിൽ റിലേ സ്റ്റേഷൻസ് നമുക്ക് ഈ ടെർമിനൽ സ്റ്റേഷൻ്റെ ഇടയ്ക്ക് യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഈ ഒരു അറേഞ്ച്മെൻറ്റിൽ നമുക്ക് കാണാം നമ്മൾ 3 റിപ്പീറ്റർ സ്റ്റേഷൻസ് ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. ഇതിലെ ഫിഗർ 1 കൺസിഡർ ചെയ്യുക. നമ്മുടെ മൈക്രോവേവ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൻ്റെ ഒരു സൈഡ് വ്യൂ ആണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. Then as shown in this figure, the microwave stations must be geographically placed in such a way that the terrains like lakes, mountains, buildings, etc. do not interfere with the transmissions between stations. And this necessitates placing the stations on top of hills, mountains or tall buildings. ഇതിലെ ആ ഫിഗർ 1B കാണുമ്പോൾ നമുക്ക് ഈ ഒരു ഐഡിയ കുറച്ചും കൂടി ക്ലിയർ ആകും. This figure 1B shows how a microwave radio link appears from above. ആ ഒരു ടോപ്പ് വ്യൂ ആണ് നമ്മൾ ആ ഫിഗർ 1Bയിൽ കാണിച്ചിരിക്കുന്നത്. സോ ഇവിടെ നമുക്ക് കാണാം ആ റിപ്പീറ്റർ സ്റ്റേഷൻസ് നമ്മുടെ ഈ ഒബ്സ്റ്റക്കിൾസിനെ ഓവർകം ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പ്ലേസ് ചെയ്തിരിക്കുന്നത്. അതായത് നമ്മുടെ ഫസ്റ്റ് ടെർമിനൽ സ്റ്റേഷൻ കഴിഞ്ഞിട്ട് നമുക്കൊരു മൗണ്ടൻ വന്നിട്ടുണ്ട്, ഒരു ലാർജ് ഹൈറ്റിലുള്ള മൗണ്ടൻ വന്നിട്ടുണ്ട്. സോ നമ്മൾ ഈ ടെർമിനൽ സ്റ്റേഷനിൽ നിന്ന് ഡയറക്റ്റ് ആ നെക്സ്റ്റ് ടെർമിനൽ സ്റ്റേഷനിലേക്ക് നമ്മുടെ ഡേറ്റ ട്രാൻസ്മിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മൈക്രോവേവ് സിഗ്നൽസ് ഈ ഒരു മൗണ്ടനിൽ ഹിറ്റ് ചെയ്യും. സോ അങ്ങനെ നമുക്ക് ആ സെക്കൻഡ് ടെർമിനൽ സ്റ്റേഷനിലേക്ക് നമ്മുടെ ഇൻഫർമേഷൻ കിട്ടില്ല. ഓക്കെ, സോ നമ്മുടെ ട്രാൻസ്മിഷൻ ഒന്നല്ലെങ്കിൽ ഈ മൗണ്ടൻ്റെ മുകളിൽ കൂടി നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഈ ഒരു മൗണ്ടനെ ചുറ്റിക്കറങ്ങി നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്ത് പോകണം. ഓക്കെ, അതായത് നമ്മുടെ ട്രാൻസ്മിഷൻ ഈ ഒരു മൗണ്ടനിൽ ഹിറ്റ് ചെയ്യാനായിട്ട് പാടില്ല. ഓക്കെ, സോ ഒന്നില്ലെങ്കിൽ നമുക്ക് ഈ ഒരു മൗണ്ടൻ്റെ മുകളിൽ നമ്മുടെ റിപ്പീറ്റർ സ്റ്റേഷൻ പ്ലേസ് ചെയ്യാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു ഡയറക്റ്റ് ലൈൻ ഓഫ് സൈറ്റ് പാത്ത് കിട്ടും. ദെൻ ഈ മൗണ്ടൻ്റെ മുകളിലിരിക്കുന്ന ആ റിപ്പീറ്റർ സ്റ്റേഷനിൽ നിന്ന് നെക്സ്റ്റ് റിപ്പീറ്റർ സ്റ്റേഷനിലേക്ക് നമ്മുടെ ഇൻഫർമേഷൻ ട്രാൻസ്മിറ്റ് ചെയ്താൽ മതി. അതല്ല എങ്കിൽ നമ്മൾ ഈ ഒരു മൗണ്ടനിൽ നിന്ന് കുറച്ച് മാറി നമ്മുടെ റിപ്പീറ്റർ സ്റ്റേഷൻ പ്ലേസ് ചെയ്യുക. ഓക്കെ, അതായത് ഈ ഒരു ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഒരു ഡയറക്റ്റ് ലൈൻ ഓഫ് സൈറ്റ് പാത്ത് കിട്ടുന്ന രീതിയിൽ നമ്മുടെ ടെർമിനൽ സ്റ്റേഷനും ഈ റിപ്പീറ്ററിനും ഇടയ്ക്ക് ഡയറക്റ്റ് ലൈൻ ഓഫ് സൈറ്റ് പാത്ത് കിട്ടുന്ന രീതിയിൽ ഈ മൗണ്ടനിൽ നിന്ന് കുറച്ച് മാറി നമ്മുടെ റിപ്പീറ്റർ സ്റ്റേഷൻ പ്ലേസ് ചെയ്യുക. ഓക്കെ, സോ നമ്മൾ ടെർമിനൽ സ്റ്റേഷനിൽ നിന്ന് ഫസ്റ്റ് നമ്മുടെ ആ റിപ്പീറ്റർ സ്റ്റേഷനിലേക്ക് ഫസ്റ്റ് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. ദെൻ നമ്മുടെ ഫസ്റ്റ് റിപ്പീറ്റർ സ്റ്റേഷനിൽ നിന്ന് നമ്മൾ സെക്കൻഡ് റിപ്പീറ്റർ സ്റ്റേഷനിലേക്ക് ഡേറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. ആൻഡ് ഈ റിപ്പീറ്റർ സ്റ്റേഷൻസ് എല്ലാം സെയിം സ്ട്രെയിറ്റ് ലൈനിൽ വരണമെന്നില്ല. നമുക്ക് ആ ഒബ്സ്ട്രക്ഷൻസിനെ ഓവർകം ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഈ റിപ്പീറ്റർ സ്റ്റേഷൻസ് പ്ലേസ് ചെയ്യാം. ഒരു കാര്യം മാത്രം നമ്മൾ കൺസിഡർ ചെയ്താൽ മതി, നമ്മുടെ ടെർമിനൽ സ്റ്റേഷനും അത് കഴിഞ്ഞ് വരുന്ന ആ റിപ്പീറ്റർ സ്റ്റേഷനും തമ്മിൽ ഒരു ഡയറക്റ്റ് ലൈൻ ഓഫ് സൈറ്റ് പാത്ത് ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ അഡ്ജസൻ്റ് ആയിട്ട് വരുന്ന 2 റിപ്പീറ്റർ സ്റ്റേഷൻസ് തമ്മിൽ നമുക്കൊരു ഡയറക്റ്റ് ലൈൻ ഓഫ് സൈറ്റ് പാത്ത് കിട്ടണം. ദെൻ നമ്മുടെ സെക്കൻഡ് റിപ്പീറ്റർ സ്റ്റേഷൻ നോക്കുക. നമ്മുടെ ഫസ്റ്റ് റിപ്പീറ്റർ സ്റ്റേഷനിൽ നിന്ന് നമ്മൾ ആ സെക്കൻഡ് റിപ്പീറ്റർ സ്റ്റേഷനിലേക്ക് നമ്മുടെ ഇൻഫർമേഷൻ നമ്മൾ സെൻഡ് ചെയ്തു. അവിടെ നമ്മൾ എന്തിനാണ് ആ ഒരു റിപ്പീറ്റർ സ്റ്റേഷൻ യൂസ് ചെയ്തത്? നമുക്ക് ഒരു കാര്യമുള്ളത് ആ ഒരു ലേക്കിനെ നമുക്ക് ഓവർകം ചെയ്ത് പോകണം. പിന്നെ നമുക്ക് കൺസിഡർ ചെയ്യേണ്ടത് എന്താണ്? ഒരു ലോങ് ട്രാൻസ്മിഷൻ വരുമ്പോൾ അവിടെ നോയ്സ് ആഡ് ചെയ്യാനായിട്ടുള്ള ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ സിഗ്നൽ വീക്കായി പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. സോ അങ്ങനെ ആ ഒരു ലേക്കിനെയും അതേപോലെ നമ്മുടെ ആ സിഗ്നൽ വീക്കായി പോകുന്ന ആ ഒരു പ്രോബ്ലത്തിനെയും ഓവർകം ചെയ്യാനായിട്ടാണ് നമ്മൾ ആ ഒരു സെക്കൻഡ് റിപ്പീറ്റർ സ്റ്റേഷൻ യൂസ് ചെയ്തിരിക്കുന്നത്. ദെൻ നമ്മുടെ സെക്കൻഡ് റിപ്പീറ്റർ സ്റ്റേഷനിൽ നിന്ന് ഡയറക്റ്റ് നമുക്ക് ആ എൻഡ് ടെർമിനൽ സ്റ്റേഷനിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അവിടെ ഒരു ലാർജ് ഹൈറ്റിലുള്ള ഒരു ബിൽഡിംഗ് വന്നിട്ടുണ്ട്. സോ ആ ബിൽഡിങ്ങിനെ കവർ ചെയ്ത് പോകുന്ന രീതിയിൽ, ആ ബിൽഡിങ്ങിനെ ചുറ്റി പോകുന്ന രീതിയിൽ നമ്മൾ അടുത്ത ഒരു റിപ്പീറ്റർ സ്റ്റേഷൻ, മൂന്നാമത്തെ ഒരു റിപ്പീറ്റർ സ്റ്റേഷൻ പ്ലേസ് ചെയ്തു. അതായത് നമ്മുടെ സെക്കൻഡ് റിപ്പീറ്റർ സ്റ്റേഷനും നമ്മുടെ തേർഡ് റിപ്പീറ്റർ സ്റ്റേഷനും ഇടയ്ക്ക് നമുക്ക് ഡയറക്റ്റ് ഒരു ലൈൻ ഓഫ് സൈറ്റ് പാത്ത് വരുന്ന രീതിയിലാണ് നമ്മൾ ആ ഒരു തേർഡ് റിപ്പീറ്റർ സ്റ്റേഷൻ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ദെൻ ആ ഒരു തേർഡ് റിപ്പീറ്റർ സ്റ്റേഷനിൽ നിന്ന് നമ്മുടെ ടെർമിനൽ സ്റ്റേഷനിലേക്ക് നമ്മൾ ഇൻഫർമേഷനെ സെൻഡ് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, സോ ഇങ്ങനെ നമ്മുടെ ടെറൈൻസ് നമ്മുടെ ട്രാൻസ്മിഷനെ അഫക്റ്റ് ചെയ്യാത്ത രീതിയിലാണ് നമ്മൾ
ഈ മൈക്രോവേവ് സ്റ്റേഷൻസ് അല്ലെങ്കിൽ ഈ ഒരു റിപ്പീറ്റർ സ്റ്റേഷൻസും ടെർമിനൽ സ്റ്റേഷൻസും ഒക്കെ നമ്മൾ പ്ലേസ് ചെയ്യേണ്ടത്. ഓക്കെ, സോ നമ്മൾ പറഞ്ഞതുപോലെ ദി ജോഗ്രഫിക് ലൊക്കേഷൻ ഓഫ് ദി സ്റ്റേഷൻസ് മസ്റ്റ് ബി കെയർഫുള്ളി സെലക്റ്റഡ് സച്ച് ദാറ്റ് ദി നാച്ചുറൽ ആൻഡ് മാൻ-മെയ്ഡ് ബാരിയേഴ്സ് ഡു നോട്ട് ഇന്റർഫിയർ വിത്ത് പ്രൊപ്പഗേഷൻ ബിറ്റ്വീൻ സ്റ്റേഷൻസ് ആൻഡ് ഓൾസോ സംടൈംസ് ഇറ്റ് ഈസ് നെസസറി ടു കൺസ്ട്രക്ട് എ മൈക്രോവേവ് ലിങ്ക് അറൌണ്ട് ഒബ്സ്റ്റക്കിൾസ് സച്ച് ആസ് ലാർജ് ബോഡീസ് ഓഫ് വാട്ടർ, മൗണ്ടൻസ് ആൻഡ് ടോൾ ബിൽഡിങ്സ്. നമ്മൾ ഒരു ഫിഗർ വെച്ചിട്ട് പറഞ്ഞ കാര്യങ്ങളാണ് ഈ സ്ലൈഡ് 6 and 7 പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതൊന്ന് വായിച്ച് നോക്കിയേക്കാം. ഓക്കെ, ലെറ്റ്സ് നൗ കൺസിഡർ ദി അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് മൈക്രോവേവ് റേഡിയോ. ഫസ്റ്റ് കൺസിഡർ ദി അഡ്വാൻറ്റേജസ്. നമുക്ക് ടോട്ടൽ 11 അഡ്വാൻറ്റേജസ് വരുന്നുണ്ട്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ദ റേഡിയോ സിസ്റ്റംസ് ഡു നോട്ട് റിക്വയർ എ റൈറ്റ് ഓഫ് വേ അക്വിസിഷൻ ബിറ്റ്വീൻ സ്റ്റേഷൻസ്. അതായത് നമ്മളിപ്പോൾ വയേർഡ് ചാനലാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ, അതായത് ഒരു ട്രാൻസ്മിറ്ററിനും റിസീവറിനും ഇടയ്ക്ക് ഒരു വയേർഡ് കണക്ഷനാണ് വരുന്നതെങ്കിൽ നമുക്ക് ആ ഒരു കേബിള് വലിക്കാനായിട്ട് ഇപ്പോൾ പ്രൈവറ്റ് പ്രോപ്പർട്ടിയുടെ മുകളിൽ കൂടിയൊക്കെ ആയിരിക്കും ചിലപ്പോൾ ആ കേബിള് പോകുന്നത്. സോ നമുക്ക് ആ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയുടെ മുകളിൽ കൂടി കേബിള് വലിക്കാനായിട്ട് അവരുടെ പെർമിഷൻ ആവശ്യമായിട്ട് വരും. പക്ഷേ നമ്മൾ മൈക്രോവേവ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം കൺസിഡർ ചെയ്യുമ്പോഴോ ആ മൈക്രോവേവ് സിഗ്നൽസ് നമ്മുടെ എയർ വഴിയാണ് ട്രാവൽ ചെയ്യുന്നത്. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആരുടെ കയ്യിൽ നിന്നും പെർമിഷൻ മേടിക്കേണ്ട ആവശ്യം വരില്ല. ഓക്കെ, ദെൻ സെക്കൻഡ് അഡ്വാൻറ്റേജ്, each station requires the purchase or lease of only a small area of land. അതായത് രണ്ട് ടെർമിനൽ സ്റ്റേഷൻ്റെ ഇടയ്ക്ക് നമ്മൾ ഒരു ഇൻഫർമേഷൻ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് റിപ്പീറ്റർ സ്റ്റേഷൻസ് പ്ലേസ് ചെയ്യേണ്ടതായിട്ട് വരും. ആ ഒരു റിപ്പീറ്റർ സ്റ്റേഷൻസ് പ്ലേസ് ചെയ്യാനായിട്ടുള്ള ആ ഒരു സ്മോൾ ഏരിയ അത് മാത്രം നമുക്ക് ആവശ്യമുള്ളൂ. സോ അങ്ങനെ ആ ഒരു റിപ്പീറ്റർ സ്റ്റേഷൻ പ്ലേസ് ചെയ്യാനായിട്ടുള്ള ആ ഒരു സ്മോൾ ഏരിയ അല്ലെങ്കിൽ ആ ഒരു ലാൻഡിനെ നമ്മൾ പർച്ചേസ് ചെയ്താൽ മതി, അല്ലെങ്കിൽ അതിനെ നമ്മൾ ലീസിന് എടുത്താൽ മതി. ഓക്കെ, സോ അവിടെ നമുക്ക് കോസ്റ്റ് കുറക്കാനായിട്ട് പറ്റും. അതായത് ഇപ്പോൾ ഒരു ലോങ് ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷൻ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇപ്പോൾ വയേർഡ് ട്രാൻസ്മിഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ഒരു ലാർജ് കേബിള്, ലാർജ് ലെങ്തിലുള്ള കേബിളും കാര്യങ്ങളൊക്കെ നമുക്ക് യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. അതേസമയം നമ്മൾ ഈ ഒരു മൈക്രോവേവ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് ഇടയ്ക്ക് ഒരു റിപ്പീറ്റർ സ്റ്റേഷൻ പ്ലേസ് ചെയ്യാനായിട്ടുള്ള ആ ഒരു ലാൻഡ് മാത്രമേ നമുക്ക് പർച്ചേസ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ, അല്ലെങ്കിൽ ആ ഒരു ലാൻഡ് നമുക്ക് ലീസിന് എടുക്കാം. സോ ഒരു ലോങ് ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷൻ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഈ വയേർഡ് ട്രാൻസ്മിഷൻസ് യൂസ് ചെയ്യുന്നതിനേക്കാൾ കുറഞ്ഞ കോസ്റ്റിൽ നമുക്ക് ഈ ഒരു മൈക്രോവേവ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. ദെൻ തേർഡ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ബിക്കോസ് ഓഫ് ദെയർ ഹയർ ഓപ്പറേറ്റിംഗ് ഫ്രീക്വൻസീസ് മൈക്രോവേവ് റേഡിയോ സിസ്റ്റംസ് ക്യാൻ ക്യാരി ലാർജ് ക്വാണ്ടിറ്റീസ് ഓഫ് ഇൻഫർമേഷൻ. സോ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ മൈക്രോവേവ് സിഗ്നൽസ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിന് ഒരു ലാർജ് ഫ്രീക്വൻസിയാണ് വരുന്നത്. സോ അതുകൊണ്ട് തന്നെ അതിൻ്റെ ബാൻഡ് വിഡ്ത്ത് കൂടുതലായിരിക്കും. സോ അതുകൊണ്ട് തന്നെ ലാർജ് ക്വാണ്ടിറ്റീസ് ഓഫ് ഇൻഫർമേഷനെ അതിന് ക്യാരി ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ദെൻ ഫോർത്ത് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഡ്യൂ ടു ഹൈ ഫ്രീക്വൻസീസ് microwaves have shorter wavelength which require relatively small antennas. അതായത് നമുക്കറിയാം നമ്മൾ ഒരു ട്രാൻസ്മിഷൻ കേസ് കൺസിഡർ ചെയ്യുമ്പോൾ ആൻറ്റിനയുടെ ഹൈറ്റ് എന്ന് പറയുന്നത് λ/4 ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്, അല്ലേ? നമ്മുടെ വേവ് ലെങ്ത് ലാംഡയാണെങ്കിൽ ആ λ/4 ലെങ്ത് ഉള്ള ആൻറ്റിനയാണ് നമ്മൾ നോർമലി യൂസ് ചെയ്യേണ്ടത്. ദെൻ ഇവിടെ നമ്മൾ മൈക്രോവേവ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം കൺസിഡർ ചെയ്യുമ്പോൾ മൈക്രോവേവ്സ് എന്ന് പറയുന്നത് ഹൈ ഫ്രീക്വൻസി വേവ്സ് ആണ്. സോ ഫ്രീക്വൻസി കൂടുതലായതുകൊണ്ട് തന്നെ അതിൻ്റെ വേവ് ലെങ്ത് കുറവായിരിക്കും. സോ വേവ് ലെങ്ത് കുറവായതുകൊണ്ട് λ/4 വാല്യൂ എന്ന് പറയുന്നതും കുറവായിരിക്കും. ഓക്കെ, സോ നമുക്ക് സ്മോൾ ഹൈറ്റ് ഉള്ള ആൻറ്റിന ഈ കേസിൽ യൂസ് ചെയ്താൽ മതിയാകും. ദെൻ ഫിഫ്ത്ത് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഹിയർ റേഡിയോ സിഗ്നൽസ് ആർ മോർ ഈസിലി പ്രൊപ്പഗേറ്റഡ് അറൌണ്ട് ഫിസിക്കൽ ഒബ്സ്റ്റക്കിൾസ് സച്ച് ആസ് വാട്ടർ ആൻഡ് ഹൈ മൗണ്ടൻസ് കമ്പയർഡ് ടു വയേർഡ് ട്രാൻസ്മിഷൻസ്. ദെൻ സിക്സ്ത് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഹിയർ ഫ്യൂവർ റിപ്പീറ്റേഴ്സ് ആർ നെസസറി ഫോർ ആംപ്ലിഫിക്കേഷൻസ്. നമ്മളിവിടെ റിപ്പീറ്റേഴ്സ് യൂസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്, പക്ഷേ റിപ്പീറ്റേഴ്സ് തമ്മിലുള്ള ആ സെപ്പറേഷൻ എന്ന് പറയുന്നത് ഒരു ലാർജ് സെപ്പറേഷനാണ് വരുന്നത്. ഓക്കെ, സോ അങ്ങനെയും നമുക്കിവിടെ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഫ്യൂവർ നമ്പർ ഓഫ് റിപ്പീറ്റേഴ്സ് നമുക്കിവിടെ യൂസ് ചെയ്താൽ മതി. ദെൻ സെവൻത്ത് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഹിയർ ഡിസ്റ്റൻസസ് ബിറ്റ്വീൻ സ്വിച്ചിങ് സെൻറ്റേഴ്സ് ആർ ലെസ്. ദെൻ എയ്ത്ത് വൺ ഹിയർ അണ്ടർഗ്രൗണ്ട് ഫെസിലിറ്റീസ് ആർ മിനിമൈസ്ഡ്. ഓക്കെ, അതായത് ഈ കേസിൽ നമുക്ക് കോംപ്ലക്സ് ആയിട്ടുള്ള അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളൊന്നും അധികം യൂസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ദെൻ നയൻത്ത് വൺ മിനിമം ഡിലേ ടൈംസ് ആർ ഇൻട്രൊഡ്യൂസ്ഡ്.
സോ ലോങ് ഡിസ്റ്റൻസ് ട്രാൻസ്മിഷൻ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഈ മൈക്രോവേവ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ബെറ്റർ ആണ്. ദെൻ 10th വൺ, ഹിയർ മിനിമൽ ക്രോസ് ടോക്ക് എക്സിസ്റ്റ് ബിറ്റ്വീൻ വോയിസ് ചാനൽസ്. വോയിസ് ചാനൽസ് തമ്മിലുള്ള ആ ഒരു ഇൻറ്ററാക്ഷൻ ഇവിടെ കുറവായിരിക്കും, ആ ക്രോസ് ടോക്ക് ഇവിടെ കുറവായിരിക്കും വരുന്നത്. ഓക്കെ, ദെൻ ലാസ്റ്റ് വൺ, ഇൻക്രീസ്ഡ് റിലയബിലിറ്റി ആൻഡ് ലെസ് മെയിൻ്റനൻസ് ആർ ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ് ഹിയർ. ഓക്കെ, അതായത് മൈക്രോവേവ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിൻ്റെ റിലയബിലിറ്റി കൂടുതലാണ്, അതുപോലെ തന്നെ മെയിൻ്റനൻസും നമുക്കിവിടെ കുറച്ച് മതി. ഓക്കെ, ലെറ്റ്സ് നൗ കൺസിഡർ ദി ഡിസഡ്വാൻറ്റേജസ് ഓഫ് മൈക്രോവേവ് റേഡിയോ. ടോട്ടൽ 6 ഡിസഡ്വാൻറ്റേജസ് വരുന്നുണ്ട്. ഫസ്റ്റ് വൺ, it is more difficult to analyze and design circuits at microwave frequencies. ഈ മൈക്രോവേവ് ഫ്രീക്വൻസീസ് എന്ന് പറയുന്നത് ഹയർ ഫ്രീക്വൻസിയാണ് വരുന്നത്. സോ ആ ഹയർ ഫ്രീക്വൻസിനെ അനലൈസ് ചെയ്യാനായിട്ട്, അതേപോലെ തന്നെ അതിന് പറ്റിയ സർക്യൂട്ട്സ് ഡിസൈൻ ചെയ്യാനായിട്ടൊക്കെ നമുക്ക് ബുദ്ധിമുട്ടാണ് കമ്പയർഡ് ടു ലോ ഫ്രീക്വൻസി കേസസ്. ഓക്കെ, ദെൻ സെക്കൻഡ് വൺ, മെഷറിംഗ് ടെക്നിക്സ് ആർ മോർ ഡിഫിക്കൽട്ട് ടു പെർഫെക്റ്റ് ആൻഡ് ഇംപ്ലിമെൻറ്റ് അറ്റ് മൈക്രോവേവ് ഫ്രീക്വൻസീസ്. അതായത് ഫസ്റ്റ് പോയിന്റിൽ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഹൈ ഫ്രീക്വൻസി കേസിൽ നമ്മുടെ മെഷറിംഗ് ടെക്നിക്സ് പ്രോപ്പറായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് നമുക്ക് കുറച്ച് ഡിഫിക്കൽട്ടാണ്. ദെൻ തേർഡ് ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു ഇംപ്ലിമെൻറ്റ് കൺവെൻഷണൽ സർക്യൂട്ട് കമ്പോണൻസ് സച്ച് ആസ് റെസിസ്റ്റേഴ്സ്, കപ്പാസിറ്റേഴ്സ്, ഇൻഡക്റ്റേഴ്സ് എക്സെട്ര അറ്റ് മൈക്രോവേവ് ഫ്രീക്വൻസീസ്. നമുക്ക് ഹയർ ഫ്രീക്വൻസീസിൽ നമ്മുടെ നോർമൽ റെസിസ്റ്ററും കപ്പാസിറ്ററും ഇൻഡക്ടറും ഒന്നും യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. ഓക്കെ, സോ നമുക്ക് സ്പെഷ്യൽ കമ്പോണൻസ് യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. ദെൻ ഫോർത്ത് ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, ഹിയർ ദി ട്രാൻസിയൻ ടൈം ഈസ് മോർ ക്രിട്ടിക്കൽ അറ്റ് മൈക്രോവേവ് ഫ്രീക്വൻസീസ്. ദെൻ ഫിഫ്ത്ത് ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, ഇറ്റ് ഈസ് ഓഫൺ നെസസറി ടു യൂസ് സ്പെഷ്യലൈസ്ഡ് കമ്പോണൻസ് ഫോർ മൈക്രോവേവ് ഫ്രീക്വൻസീസ്. ദെൻ സിക്സ്ത് ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, ദി മൈക്രോവേവ് ഫ്രീക്വൻസീസ് പ്രൊപ്പഗേറ്റ് ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ ആൻഡ് വിച്ച് ലിമിറ്റ്സ് ദെയർ യൂസ് ടു ലൈൻ ഓഫ് സൈറ്റ് ആപ്ലിക്കേഷൻസ്. ലെറ്റ്സ് നൗ കൺസിഡർ അനലോഗ് വേഴ്സസ് ഡിജിറ്റൽ മൈക്രോവേവ് സിസ്റ്റം. നമ്മൾ ആദ്യം യൂസ് ചെയ്തിരുന്നത് അനലോഗ് ടൈപ്പ് മൈക്രോവേവ് സിസ്റ്റംസ് ആണ്. അതിൽ നമ്മൾ ഫ്രീക്വൻസി മോഡുലേഷൻ ടെക്നിക്സും അതേപോലെ തന്നെ ഫ്രീക്വൻസി ഡിവിഷൻ മൾട്ടിപ്ലക്സിംഗ് ടെക്നിക്സും ഒക്കെയാണ് നമ്മൾ യൂസ് ചെയ്തിരുന്നത്. അങ്ങനെയുള്ള അനലോഗ് ടൈപ്പ് മൈക്രോവേവ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസ് ഇപ്പോൾ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് നവേ ഡേയ്സ് വി ആർ യൂസിങ് ഡിജിറ്റൽ ടൈപ്പ് മൈക്രോവേവ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന മൈക്രോവേവ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് ഡിജിറ്റൽ ടൈപ്പാണ്. And that uses either phase shift keying or quadrature amplitude modulation, which are forms of digital modulation. And the conventional microwave radio systems use FDM bar FM techniques. അതായത് ഫ്രീക്വൻസി ഡിവിഷൻ മൾട്ടിപ്ലക്സിങ്ങും ഫ്രീക്വൻസി മോഡുലേഷൻ ടെക്നിക്സും ഒക്കെയാണ് നമ്മുടെ കൺവെൻഷണൽ മൈക്രോവേവ് റേഡിയോ സിസ്റ്റംസ് യൂസ് ചെയ്യുന്നത്. ഈ അനലോഗ് ആൻഡ് ഡിജിറ്റൽ മൈക്രോവേവ് സിസ്റ്റംസ് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ, ഓൾദോ മെനി ഓഫ് ദി സിസ്റ്റം കൺസെപ്റ്റ്സ് ആർ ദി സെയിം, ദി പെർഫോമൻസ് ഓഫ് ഡിജിറ്റൽ സിഗ്നൽസ് ആർ ഇവാലുവേറ്റഡ് ക്വൈറ്റ് ഡിഫറെൻ്റ്ലി. നമ്മൾ ഒരു സാറ്റലൈറ്റ് റേഡിയോ സിസ്റ്റം കൺസിഡർ ചെയ്യുമ്പോൾ അതിൽ ഡിജിറ്റൽ ടെക്നിക്സ് ആണ് യൂസ് ചെയ്യുന്നത്. അതേസമയം ടെറസ്ട്രിയൽ മൈക്രോവേവ് റേഡിയോ സിസ്റ്റം നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിൽ കൂടുതലും കൺവെൻഷണൽ ടെക്നിക്സ് ആണ് യൂസ് ചെയ്യുന്നത്. ദെൻ നമ്മൾ ഈ ഒരു സാറ്റലൈറ്റ് റേഡിയോ സിസ്റ്റവും ടെറസ്ട്രിയൽ മൈക്രോവേവ് റേഡിയോ സിസ്റ്റവും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ, the satellite radio systems are similar to terrestrial microwave radio systems. In fact, the two systems share many of the same frequencies. But the primary difference between satellite and terrestrial radio systems is that the satellite systems propagate signals outside Earth's atmosphere and thus are capable of carrying signals much farther while utilizing fewer transmitters and receivers. Let's now consider the frequency versus amplitude modulation in the case of microwave communication system. When we consider a microwave radio system, frequency modulation is used rather than amplitude modulation because amplitude modulated signals are more sensitive to amplitude nonlinearities inherent in wideband microwave amplifiers. And FM signals are relatively insensitive to this type of nonlinear distortions and can be transmitted through amplifiers that have compression or amplitude nonlinearity with little penalty. Okay, so നമ്മൾ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അവിടെ ആംപ്ലിറ്റ്യൂഡ് നോൺലീനിയാരിറ്റീസ് ഒക്കർ ചെയ്യാനായിട്ടുള്ള ഒരു ചാൻസ് ഉണ്ട്.
അതേസമയം നമ്മൾ ഫ്രീക്വൻസി മോഡുലേഷനാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇങ്ങനെയുള്ള ഈ ആംപ്ലിറ്റ്യൂഡ് നോൺ ലീനിയാരിറ്റീസ് നമ്മുടെ ഫ്രീക്വൻസി മോഡുലേറ്റഡ് സിഗ്നലിനെ അഫക്റ്റ് ചെയ്യുന്നില്ല. കാരണം ഫ്രീക്വൻസി മോഡുലേറ്റഡ് സിഗ്നൽ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിൽ ഇൻഫർമേഷൻ ഇരിക്കുന്നത് ഫ്രീക്വൻസിയിലാണ്, ആംപ്ലിറ്റ്യൂഡിലല്ല. ഓക്കെ, സോ നമ്മൾ ഫ്രീക്വൻസി മോഡുലേഷൻ യൂസ് ചെയ്യുകയാണെങ്കിൽ ഈ മൈക്രോവേവ് ആംപ്ലിഫയേഴ്സിൽ ഒക്കർ ചെയ്യുന്ന ഈ ആംപ്ലിറ്റ്യൂഡ് നോൺ ലീനിയാരിറ്റീസ് നമ്മുടെ ഇൻഫർമേഷനെ അധികം അഫക്റ്റ് ചെയ്യില്ല. ഓക്കെ, ആൻഡ് ഓൾസോ ദി FM സിഗ്നൽസ് ആർ ലെസ് സെൻസിറ്റീവ് ടു റാൻഡം നോയ്സ് ആൻഡ് ക്യാൻ ബി പ്രൊപ്പഗേറ്റഡ് വിത്ത് ലോവർ ട്രാൻസ്മിറ്റ് പവേഴ്സ്. Then intermodulation noise is a major factor when designing FM radio systems. നമ്മൾ ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് സിസ്റ്റംസ് കൺസിഡർ ചെയ്യുമ്പോൾ അതിൽ ഈ ഇൻ്റർമോഡുലേഷൻ നോയ്സിൻ്റെ കോസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ ഒരു ഇൻ്റർമോഡുലേഷൻ നോയ്സ് ഒക്കർ ചെയ്യുന്നത് ദാറ്റ് ഈസ് ബൈ റിപ്പീറ്റർ ആംപ്ലിറ്റ്യൂഡ് നോൺ ലീനിയാരിറ്റി. നമ്മുടെ റിപ്പീറ്ററിൽ വരുന്ന ഈ ഒരു ആംപ്ലിറ്റ്യൂഡ് നോൺ ലീനിയാരിറ്റി ആണ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് സിസ്റ്റംസിൽ ഇൻ്റർമോഡുലേഷൻ നോയ്സിൻ്റെ കോസ്. അതേസമയം നമ്മൾ FM സിസ്റ്റം കൺസിഡർ ചെയ്യുമ്പോൾ in FM systems, the intermodulation noise is caused primarily by transmission gain and delay distortion. Consequently, in AM systems, the intermodulation noise is a function of signal amplitude, but in FM systems, it is a function of signal amplitude and magnitude of the frequency deviation. So, FM സിസ്റ്റത്തിൽ ഈ intermodulation നോയ്സിൻ്റെ ഇഫക്റ്റ് കുറവാണ്. Thus, the characteristics of FM signals are more suitable than AM signals for microwave transmission.